രാവിലെ ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ്, അപ്പം അതുകൊണ്ട് ടിഫിൻ ബോക്സ് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സ് കൊടുത്തു വിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് അപ്പയ്ക്ക് ഇതാണ് ലീവാണ്. അപ്പം ഉച്ചയ്ക്കത്തേനുള്ള ചോറ് പിന്നെ കൊടുത്തുവിടാൻ വിചാരിച്ചു. അപ്പോഴത്തേന് ഒരു ചമ്മന്തി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മളൊക്കെ പോകുമ്പം നമുക്ക് ചമ്മന്തി ഭയങ്കര ഇതല്ലായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇനി ചമ്മന്തി ഒന്നും വലിയ പ്രിയ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ. ഇത് ഡാനപ്പൻ്റെ കേട്ടോ ഈ ടിഫിൻ കാരിയർ. ചമ്മന്തി, പിന്നെ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി. അദ്ദേഹത്തിന് ബീറ്റ്റൂട്ട് തോരനേക്കാളും ഇഷ്ടം ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടിയാണ്. അത് ഞാൻ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടിയാക്കി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. വലിയ പിള്ളേരായതുകൊണ്ട് ചിക്കനൊക്കെ കൊടുത്തു വിടാം കേട്ടോ, അല്ലെങ്കിൽ മുട്ട വരെ പറ്റുള്ളൂ. ചിക്കൻ ഫ്രൈ. ഇത്രയാണ് ഇന്നത്തെ മെനു. അപ്പം ഇത് ഡാനിന് എടുത്ത് വെക്കാം. ഇനി മോളുടേത്, ഇത് എൻ്റെ ടിഫിൻ കാരിയർ കേട്ടോ. ആരെങ്കിലും വിശ്വസിക്കുമോ? അവളുടെ ടിഫിൻ കാരിയർ അത് ടിഫിൻ ബോക്സ് തുറക്കാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് അവളെടുത്തു. അങ്ങനെ ഇപ്പോൾ അതിലാണ് എൻ്റെയിലാണ് അദ്ദേഹം കഴിക്കുന്നത്. പുള്ളിക്കാരിക്ക് പിന്നെ കുറച്ച് ചോറ് മതി. ചമ്മന്തിയൊക്കെ ഇഷ്ടം. ചമ്മന്തിയും അച്ചാറും ഒരു കറിയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ സ്കൂളിൽ കൊടുത്തു വിടുമ്പം ഇതെല്ലാം കഴിക്കും, അച്ചാറൊക്കെ കഴിക്കും. മോന് അച്ചാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല, മോള് കഴിക്കും. പിന്നെ മോൾക്ക് ചിക്കനോടും വലിയ പ്രിയ അല്ല. പിന്നെ ഞാൻ ഒരു 2 കഷ്ണം 3 കഷ്ണം വരും. ഫ്രണ്ട്സൊക്കെ കൂടുമ്പോഴത്തേനും അവരൊക്കെ കൂടിയിരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരും ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കും. മോൾക്ക് സ്കൂളിൽ ഇത് ഇഷ്ടം, എന്താ പറയുക, ഇതൊന്നും ഇല്ലെങ്കിൽ സ്പൂണ് കൊടുക്കുന്ന ഇഷ്ടം. അവർക്ക് സ്പൂണിൽ കഴിയും. കൈ കഴുകാൻ പോകണ്ടല്ലോ, അത്രയും കൂടെ സമയം ലാഭം. പക്ഷെ മോനങ്ങനെ ഒന്നുമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കണം. നമ്മൾ എഴുതി വെച്ചില്ല, അവരുടെ പേര് എഴുതിയിട്ടുണ്ട്, ഐ ലവ് യു എഴുതിയിട്ടുണ്ട്, ചെറിയ ലവ് ചിഹ്നമുണ്ട്, പിന്നെന്താ അപ്പ അമ്മ എന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മടക്കി ഇത് കറി കൊണ്ടുവന്ന ടിഫിൻ കാരിയാണേ. അപ്പോൾ അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റും കൂടെ ഇടും. ഇതെന്താണ് വൈകിട്ട് റിയാക്ഷൻ എന്തായിരിക്കും ഞാൻ കാണിച്ചു തരാവേ. അവർക്കും വേണ്ടി ഒരു സർപ്രൈസ്. മോളത് എടുത്തിട്ടുണ്ട്, ഐ ലവ് യു അപ്പ അമ്മ, അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം അപ്പ ഇത് കൊണ്ടു കൊടുക്കും 2 പേർക്ക് കേട്ടോ. അപ്പൊ നമുക്ക് റിയാക്ഷൻ വൈകിട്ട് കാണാമേ. ഒരു കുഞ്ഞു സർപ്രൈസ് ഉണ്ടായിരുന്നില്ലേ ഇന്ന്? അപ്പം ടിഫിൻ കാരിയർ തുറന്നപ്പോഴത്തേന് അപ്പൊ അതിന്റെ റിയാക്ഷൻ വീഡിയോ ആണേ. അതെങ്ങനായിരുന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പം ചെറിയ പാത്രം സാധാരണ കറിയാണ് അമ്മ തന്നുവിടാറ്. അപ്പൊ അത് തുറന്നപ്പോ എങ്ങനെയായിരുന്നു ഡാനപ്പന്റെ റിയാക്ഷൻ? എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ ലഞ്ച് കിട്ടിയപ്പോ ഞാൻ ഓർത്തു, ആദ്യം ലഞ്ച് ഇല്ലല്ലോ, ലഞ്ച് കൊണ്ടുവരാൻ ഇല്ലല്ലോ, ലഞ്ച് കൊണ്ടുവന്നില്ലല്ലോ. സ്കൂളിലോട്ട് പോകുമ്പോ തന്നെ ഞാൻ വിചാരിച്ചു എന്താ ലഞ്ച് ഇല്ലാത്തന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴാണ് ലഞ്ച് കൊണ്ടുവന്നത്. ലഞ്ച് ഉച്ചയ്ക്കാകുമ്പോഴാണ് കൊണ്ടുവന്നത്. പിന്നെ തുറന്നു നോക്കി, അപ്പൊ സാധാരണ ആരാണ്ടല്ലോ എന്താണല്ലോ തുറന്നു നോക്കി. അപ്പൊ കറിപ്പാത്രം അത്ര നല്ല വെയിറ്റ് ഇല്ല. അപ്പൊ ഞാൻ ആദ്യം മറ്റേ ഇതന്നെ പറഞ്ഞത്, എന്താ ചരിക്കുള്ള ചോറ് അത് കഴിച്ചു. എന്നിട്ട് ഇതെന്താന്ന് തുറന്നു നോക്കി. അപ്പൊ അതിന്റെ ഉള്ളില് ഡയറി മിൽക്ക് ഇരിക്കുന്നു. എന്നിട്ട് ഒരു ഇത് ഇരിക്കുന്നു, പേപ്പർ. അപ്പൊ ഷാൻ വന്നു, വലുതുണ്ടാകുന്നില്ല. ഷാൻ വന്നിട്ട് നോക്കി. രണ്ടുപേരും കൂടെ തുറന്നു ബെസ്റ്റ് ഫ്രണ്ട് തുറന്നു നോക്കി. എന്നിട്ട് എന്താ അതില് എന്താന്ന് ഐ ലവ് യു അപ്പ പ്ലസ് അമ്മ, അപ്പ പ്ലസ് അമ്മ, ഒരു ഹാർട്ട് ചിഹ്നം. സാധാരണ ഇങ്ങനെ തരാറില്ലല്ലോ എന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു.
ആ സമയത്ത് ഞാൻ എടുത്തില്ല. അപ്പൊ ഞാൻ കാരണം ആ സമയത്ത് എടുത്ത എല്ലാരും കൂടെ വരും, അവിടെ ഒരു പീസ് താടാ ഒരു പീസ് താടാ, അതുകൊണ്ട് എടുത്തില്ല. എന്നിട്ട് എന്താ പറയാ വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്ത് തിന്നു. അപ്പൊ സർപ്രൈസ് സന്തോഷമായിരുന്നു. സർപ്രൈസ് ഞെട്ടിപ്പോയി, സന്തോഷം, എക്സ്പെക്ട് ചെയ്തില്ലല്ലോ അങ്ങനെ. എല്ലാ ഇമോഷനും. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഞാൻ പാത്രം തുറന്ന് ഇങ്ങനെ കറിയാന്ന് വിചാരിച്ച് ഇങ്ങനെ തുറന്നപ്പോ വേറെന്തൊരു സാധനം, ഞാൻ അപ്പൊ തന്നെ അത് അടച്ചു വെച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല. അപ്പൊ അതിനകത്ത് പേപ്പറും ഞാൻ ഒരെണ്ണം കണ്ടു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ അടച്ചു. ബിക്കോസ് ഡയറി മിൽക്ക് കണ്ട ഓഫ് കോഴ്സ് എല്ലാരും കൂടെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ അടച്ചു വെച്ചു. എന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്റെ കറിപാത്രത്തിൽ നിന്ന് ഡയറി മിൽക്ക് ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നോക്കാന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തുറന്നു നോക്കി. അപ്പൊ ഇവന് കിട്ടിയ അതേപോലെ തന്നെ എനിക്കും പേപ്പർ ഉണ്ടായിരുന്നു, ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു എന്തോ ഉണ്ടല്ലോ. സർപ്രൈസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സർപ്രൈസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. അല്ല ലഞ്ചില് വെച്ച് വന്നിട്ടില്ല, പക്ഷെ വേറെ സർപ്രൈസ്. അല്ല ഇതിങ്ങനെ കണ്ടപ്പോ തന്നെ എനിക്ക് അറിഞ്ഞു വീഡിയോയിലാണോ. ഞാൻ അല്ലാണ്ട് സർപ്രൈസ് തന്നിട്ടില്ലേടാ. നമ്മള് വീട്ടിൽ പോവാൻ ലഞ്ചില് നമ്മളിപ്പോ ആദ്യമായിട്ടല്ലേ ലഞ്ച് കൊണ്ടുപോകുന്നത്. ലഞ്ച് രാവിലെ തന്നെ ഇവര് കൊണ്ടുപോകും. കാരണം രാവിലെ 9:30 തന്നെ പോകുമ്പോ തന്നെ ലഞ്ച് കൊണ്ടുപോകാറാണ്. ഞാനും എനിക്ക് പോകേണ്ട സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ ലഞ്ച് കൊണ്ടുപോകും. ഇത് ഞാൻ എഴുന്നേക്കാൻ താമസിച്ചുകൊണ്ടാണ് നമ്മള് ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അന്ന് പൂജയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് വെറുതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉച്ചക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. അപ്പൊ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്തെങ്കിലും. 9 മണിക്ക് മോർണിംഗ് ക്ലാസ്. അപ്പൊ സാധാരണ ഞാൻ ലഞ്ച് കൊണ്ട് കൊടുക്കും. അത് ശരിയാ. പിന്നെ നമ്മള് വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്ന് പോകുന്നില്ല എന്നൊക്കെ പറയും. നാട്ടിൽ പോകുന്നില്ല പറഞ്ഞിട്ട്. പക്ഷെ അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം നാട്ടിൽ പോവാനൊക്കെ അതിന്റെ കരച്ചിലിന്റെ ഞാൻ കരഞ്ഞു സെറ്റാക്കി. അപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് പിന്നെ നാട്ടില് പോവാം. അതെ പറയത്തില്ല അന്ന് പോകുന്നുള്ളത്. അപ്പം വന്നു കഴിയുമ്പോഴാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ എന്താ പറയാ സർപ്രൈസസ് വെക്കാറുണ്ട്. പിന്നെ ചില ഡ്രസ്സൊക്കെ കണ്ടിട്ട് വരില്ലേ, അവിടെ നമ്മള് കടയിൽ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ വരും. അപ്പൊ പക്ഷെ അത് എടുക്കാണ്ട് വരും. പിന്നെ ഒരു സങ്കടം. പിന്നെ അത് അല്ലാണ്ട് ഞാൻ പോയി വാങ്ങി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കിട്ടുന്നു. പിന്നെ ഒരു സാധനം ബർത്ത്ഡേക്ക് എൻ്റെ സിസ്റ്ററും എല്ലാവരും കൂടെ അത് അറിയാണ്ട് വന്നു. അവള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ അവര് കസിൻസും സിസ്റ്ററും മോളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ ചെറിയ 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 എന്നാ വലിയ നമുക്ക് എന്താ പറയാ വലിയ പൈസ മുടക്കി അങ്ങനെയൊന്നല്ല, എന്നാൽ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കാൻ ശ്രമിക്കാൻ. ഹസ്ബൻഡ് 50th ബർത്ത്ഡേക്കൊക്കെ അങ്ങനെ ചെറിയ വലിയ പൈസയുടെ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതി. ഹസ്ബൻഡിന്റെ മുഖം അതല്ല ഒന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞ പറഞ്ഞപ്പോ കാണിച്ച എക്സ്പ്രഷന്റെ കാര്യം. അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു എന്താ സർപ്രൈസസ് ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം തരാറുണ്ട് കേട്ടോ കുഞ്ഞു സർപ്രൈസ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ചെറുതെങ്കിലും മതി, അവർ ഹാപ്പി ആവും. ചെറിയ സാധനം. ഇപ്പം ഒരു ചെറിയ ഡയറി മിൽക്കിലല്ല, അതില് ആ ഒരു അപ്പോഴവർക്ക് കിട്ടിയപ്പോ ഒരു സന്തോഷം. അപ്പൊ അത് കുഞ്ഞുങ്ങളാണ് എപ്പോഴും നമ്മൾ എന്താ പറയാ പഠിക്കുക, ഇന്നത് ചെയ്യുന്ന പറയുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എന്താ പറയുക ഔട്ട്കം വലുതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചെയ്യുക, അവരെ ഹാപ്പി ആയിട്ട് വെക്കുക. അപ്പൊ അവരും നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കും. അപ്പം എന്നാ കമന്റ് ഷെയർ ഒക്കെ പറഞ്ഞേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും സന്തോഷമായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞ അടിപൊളിയായിരുന്നു. ചോറുണ്ടായിരുന്നു, ചോറ് നല്ലായിരുന്നു, ചിക്കൻ ഫ്രൈ നല്ലായിരുന്നു. അടുത്ത പീരീഡ് ക്ലാസ് ടെസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കളിക്കാനും പോണം. നിധിക്കുട്ടൻ എന്നെ വരുമ്പോഴത്തേന് ചീത്ത പറയോ, എല്ലാം കുത്തി നിറച്ച് വെച്ചാൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ.
അപ്പൊ ചീത്ത നമുക്ക് പറയാറില്ലല്ലോ. ഇല്ല ചീത്ത പറയാറില്ല. Sorry. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഓക്കെ, ടാറ്റാ. ടാറ്റാ.